ഒന്ന് ആ പറയാതെ അമ്രാവുമ്പോ നമുക്കിങ്ങനെ അവരോട് പറഞ്ഞതും എല്ലാവരോടും കൂടെ പറഞ്ഞപ്പോ ടെൻസിലുള്ള പോലെ 8 ഫോംസ് പഠിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, കൽപ്പനാക്രിയകളിൽ നമ്മൾ 3 ആൾക്കാരോടായിട്ട് പറയാനുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും കൽപ്പിക്കുക ആരോടാണ്? നമ്മൾ അപ്പുറത്തുള്ള യുവിനോടാണ് അല്ലേ? നീ ചെയ്യേ അല്ലേ? അല്ലെങ്കിൽ പെൺമോളോട് പറയുകയും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുള്ള രീതിയിലേ പറയുള്ളൂ. അവനോടും അവളോടൊന്നും നമ്മൾ പറയില്ല, അവൻ ചെയ്യെന്ന് പറയണ്ട. പറയില്ല. അതുകൊണ്ട് നമ്മള് നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്ന രക്ഷപ്പെട്ടു. ആൾക്കാരോട് ആകെ മൂന്ന് പറയുള്ളൂ. ഫോംസേ ഉള്ളൂ അമ്രിന്. ഓക്കെ, കൽപ്പിക്കാൻ ആകെ 3 ഫോംസേ ഉള്ളൂ. എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ ആണ് താൽ. താൽ. എന്താ താൽ എന്ന് പറഞ്ഞാല്? താൽ എന്ന് ആ പറഞ്ഞ ആ വരൂ. പോര്, കം. വരൂ എന്നുള്ളത് കം. അപ്പൊ താഴ്ന്ന് മോനോടും മോളോടാണെങ്കിൽ താലി. താൽ. താലി. ഇനി എല്ലാവരോടും മക്കളോട് എല്ലാവരോടും ആണെങ്കിൽ താലു, പ്ലൂരൽ. താലു. അത്രേ ഉള്ളൂ. ഓക്കെ, ആ. അപ്പൊ സുഖല്ലേ? അപ്പം ഉം. താൽ, താലി, താലു. ഇപ്പൊ കേട്ടപ്പോ സുഖണ്ട്. ആ കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ സെന്റൻസ് വരുമ്പോഴാണ് ഞാൻ കൊടുക്കുക. ഇല്ല, ഇതിന് താൽ. സെന്റൻസ് ഇല്ല. ഇതിന് ജസ്റ്റ് പറയണേ ഉള്ളൂ, എടുക്ക്, പോ, വാ എന്നുള്ളത്. എളുപ്പമാണ്. നിങ്ങൾ ഒരു സെന്റൻസ് ഓക്കെ. ഉണ്ടാക്കണ്ട. അല്ലേ? പഠിക്ക്, ഓക്കെ. ദാക്കിർ, പഠിക്ക് അല്ലേ? ഉം. അതേപോലെ നമ്മൾ കൽപ്പിക്കാണ്. എടുക്ക്, എടുക്ക് എന്നുള്ളതിന് എന്താ ഇപ്പൊ പറയാ? ഇടുക്ക് അല്ല ഹുദ് അല്ലേ? മോളോടാണെങ്കിൽ ഹുദി. ഹുദി. ഇനി എല്ലാവരോടും ഹുദു. ഹുദു. ഓ അത്രേ ശരിയാണ്. ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നോക്കൂ, ഹോൾഡ്, ഓക്കെ. പിടിക്ക് എന്നതിന് ഇംസിക് എന്നാ പറയാ. ഇംസിക്, ഇംസിക്. ഇംസിക്. അപ്പൊ ഞാൻ ഹോൾഡ്. പിടിക്കാറുണ്ട് എന്നുള്ള പ്രസന്റ് ആണെങ്കിൽ അന അംസിക് എന്നാ വരിക. ഓക്കെ, ഇൻത തംസിക്, നീ പിടിക്കാറുണ്ട്. പക്ഷെ പിടിക്ക് എന്നുള്ള കൽപ്പന ആകുമ്പം ഇംസിക്. ഓക്കെ, ഇംസിക്. ഇനി കേൾക്ക്, ലിസൺ ചെയ്യ്, ഇസ്മ. കേൾക്ക്. ഇസ്മ. അതെനിക്കറിയാം. ഇസ്മ. ഇല്ല, അന അസ്മ എന്നാ പറയാ, ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഇസ്മ. അമ്രാകുമ്പം ഇസ്മ, ഇസ്മ. കേൾക്ക്, ലിസൺ ഇസ്മ. എന്നുള്ള ഉം, രീതിയിൽ. ഉം, ഉം, ഓക്കെ, ഇനി പോന്നാണെങ്കിൽ റോഹ് അല്ലെങ്കിൽ ഇത്തിലാ. ഇത്തിലാ, ഉം. പോരെ, ഇത്തില. പോവല്ലേ എന്നുള്ളതിന് ഇത്തിലാ. ഓക്കെ, റൂഹ് ഇത്തിരി കൂടെ റൂഡായിരിക്കും അല്ലേ? റൂഹ് റൂഹ് അങ്ങനെ യൂസ് ചെയ്യാൻ. പറയൂല, ഇത്തിലാണെന്നാ പറയാ. ഇത്തിലാണ് സംസാരത്തിലൊക്കെ പറയാ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ, കം കം ഹിയർ. ഹിയർ. അപ്പം താൽ ഹിന. താൽ ഹിന, മോളോടാണെങ്കിൽ താലി ഹിന. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ്. വഖിഫ്. സ്റ്റോപ്പ്. വഖിഫ് കണ്ടില്ല? പിന്നെ കുറെ വക്കിഫ്. വക്കിഫ്. സ്ഥലത്തിലൊക്കെ വക്കിഫാണ്. ഉണ്ടാവുമല്ലോ, വക്കിഫ്. വുഖൂഫും വഖിഫും അതെ ഒക്കെ. അതെ. അല്ലെ? വക്കിഫ്. സ്റ്റോപ്പ് ചെയ്യാൻ വഖിഫ് വക്കിഫ്. എന്നാ പറയും. സ്റ്റോപ്പ്. വഖിഫ് ഹിന, ഇവിടെ നിർത്ത്, വണ്ടി ഇവിടെ നിർത്ത്. വഖിഫ്, വഖിഫ്. അല്ലേ? ഇനി ഗും. അറിയാം, മദ്രസ പോയവർക്കൊക്കെ അറിയാം കും. ഗും അല്ലേ? ഗെറ്റപ്പ്. ഗെറ്റപ്പ്. ആ കും. ഉസ്താദ് അതറിയാം. കാര്യമായിട്ട് പറയുന്നതാണ് എന്ത്, മദ്രസയിൽ പോയാൽ തുടങ്ങും കുമ്മ്. ഗുമ്മും ഇജ്ലിസും. ഇജ്ലിസും കുമ്മും. ആ അതുകൊണ്ട് അറിയും, ആണ് ഗും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നോക്ക്, ലുക്ക്. നോക്ക്. മറ്റെന്താണ്? ഷൂഫ്. ഷൂഫ്. അല്ലേ? ഷൂഫ്, ഷൂഫി, ഷൂഫ്. എന്നെ നോക്ക്. അല്ലേ? ഷൂഫ് ഹിന, അങ്ങോട്ട് നോക്ക്. ഓക്കെ, ഷൂഫി ഇതിനൊക്കെ പറയുമ്പോ നീ പെൺകുട്ടീനോട് നോക്കുന്നാവൂലേ ഷൂഫി? പെണ്ണിനോട് നോക്ക് എന്നാണ് വരിക കേട്ടോ. എന്നോട് നോക്ക് എന്ന് പറയുമ്പോ എങ്ങനെ പറയാ? ഇപ്പൊ നിങ്ങള് പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞുതരൂ. ലുക്ക് മീന്ന് അല്ലേ? ആ ലുക്ക് മീന്നാവുമ്പോ അപ്പൊ എങ്ങനെ വരിക? അപ്പൊ നമ്മൾ ഏതാണ് അവിടെ ഷൂഫ് എന്ന് ചേർക്കേണ്ടത്? പറയുമ്പോ ഒരാളിപ്പോ നോക്ക്, ആണിനോട് പറയാണ്. ഷൂഫിന്ന് മോളോട്, ലുക്ക് മീ എന്ന് പറയുമ്പോ ഷൂഫി നീ എന്ന് വരണം, ഹല്ലി നീ എന്നുള്ള പോലെ. എന്നെ നോക്ക് ഷൂഫിനി. എന്നാകുമ്പോ ഷൂഫിനി അല്ലേ? ഷൂഫിനി, ഷൂഫിനി. മോളോടാണെങ്കിൽ ഷൂഫിനി. ഓക്കെ, അപ്പൊ കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, ഇസ്മാനി. ഷൂഫി. അപ്പൊ അവിടെ നീട്ടലും ഉണ്ടല്ലേ? ഷൂഫിനി അല്ലേ? പെണ്ണിനോടാവുമ്പോ ഷൂഫിനി എന്ന് പറയണം, അല്ലെങ്കിൽ ഷുഫ്നി. ഓക്കെ, ലുക്ക് മീ. മോനോടാണെങ്കിൽ ഷുഫ്നി, പെണ്ണിനോടാണെങ്കിൽ ഷുഫ്നി. ഇനിയിപ്പോ എന്നെ കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക് എന്നാണെങ്കിൽ ഇസ്മാനി. ഇസ്മാനി. മോളോടാണെങ്കിൽ ഇസ്മായിനി. ഇസ്മായിനി. ഇനി കൊണ്ടുവാ, ബ്രിങ്. എങ്ങനെ പറയാ? ബ്രിങ്. ബ്രിങ് വാട്ടർ. ഇസ്തരി അല്ലേ? ഏ അല്ലേ അത് വായ്. ബ്രിങ് എന്താ? അല്ല. ജീപ്പ്. ജിബ്. ജീബ്, ജീബല്ലേ ഇസ്തറ ബ്രിങ്. എന്താ? ഇസ്തറ എന്ന് പറഞ്ഞ വാങ്ങിയല്ലേ? ഇഷ്തറ, വാങ്ങിയ. അനാഷ്തറ, ഞാൻ ഓ. വാങ്ങാറുണ്ട്. ഇഷ്തറ, വാങ്ങ്. ബോട്ട്. ഓക്കെ, ബ്രിങ് ഇതെന്താ? ആണ് പറഞ്ഞത്. ജീബാണ്, അപ്പം ജീബ്. ബ്രിങ്. ജീബ്. അപ്പൊ ബ്രിങ് മീ എന്നാണെങ്കിലോ? ബ്രിങ് മീ. ബ്രിങ് മീ വാട്ടർ. ജിബ്നി. ജീബിനി അല്ല, ജീബ് ആവുമ്പോ ലീ ആണ് പറയാ, ജിബിലി മോയ. ഓ. ഓക്കെ, അപ്പൊ ചിലതിൽ ജിബ്ലി. ചേഞ്ചസ് വരും. ജീബ് ആവുമ്പോ ലീ ആണ് പറയാ കേട്ടോ, ജിബിനി പറയൂല, ജിബിലി മോയ.
ജീബ്. അതൊക്കെ പ്രാക്ടീസിലേ നമുക്ക് കിട്ടുള്ളൂ അതൊക്കെ. ജീബ് അല്ലേ? ജീമ് കഴിഞ്ഞിട്ട് യാ യാ ഉണ്ടല്ലോ യാ അല്ലേ? ആ നീട്ടല്ലേ? ആ ജീബ്. ജീബ്. bring. ബ്രിങ്. ജീബിലി. ഉം. ഓക്കെ. ജീബിലി. ഇപ്പൊ ജീബ് ലീ മോയ എന്നാ പറയാ കേട്ടോ. ജീബ് ബ്രിങ് ആണ്. ഓക്കെ. ഓക്കെ. ഇനി ചോദിക്ക് ഇസ് അൽ അല്ലെ, സുആലാണ് ക്വസ്റ്റ്യൻ. അന അസ് അൽ ഞാൻ ഇസ്അൽ. ഇസ്അൽ. ചോദിക്കാറുണ്ട്. ആ. ചോദിക്ക് ഇസ് ഇസ്അൽ. അൽ. ഇസ്അൽ. ഓക്കെ. യൂസ്. ആ. ഇനി ആൻസർ പറയുന്നില്ല, നമുക്ക് ജാവിബ് എന്ന് പറയാം. ജാവിബ്. ജാവിബ്. ഓക്കെ. ജാവിബ്. ജവാബ് കൊണ്ട എന്നുള്ള രീതിയിൽ ജാവിബ് എന്ന് പറയാം. ഓക്കെ. ജാവിബ്. അപ്പൊ ജാവിബ് നീ തന്നെയാണോ ആ ആൻസർ? ആ നീ അതന്നെ, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. നൂനല്ലേ? ലീ ആൻസർ ആയിരിക്കൂലല്ലോ? മീ. ആൻസർ മീ എന്ന് പറയുമ്പോൾ ജാവിബ്നി. ജാവിബിന്. അല്ലെങ്കിൽ നമുക്ക് റുദ്ദ് പറയാം ആൻസറിന്. ഓക്കെ. റുദ്ദ് പറയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റുദ്ദ് അല്ലേ. ജാവിബ് ആകുമ്പോൾ ജാവിബിനി. ഇനി റുദ്ദ് ആകുമ്പോൾ നമ്മൾ റുദ്ദിനി എന്ന് പറയില്ല, റുദ് അലയ്യ എന്നാ പറയാ. ഓക്കെ. അപ്പം അത് മാറും. ചിലതിൽ റുദ് അലൈ. അലയ്യ, എനിക്ക് ഈ റിപ്ലൈ കൊണ്ടാ അല്ലേ. അപ്പൊ റുദ് നീ എന്ന് ആ, പറയൂല. റുദ് റിപ്ലൈ പറഞ്ഞ സമയത്ത് നിങ്ങൾ നമ്മൾ ആ പറഞ്ഞു തന്നു ആ വേർഡ്. വാട്സപ്പ് പ്രാക്ടീസിൽ ആ, പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. വാട്സപ്പ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു റുദ്. ആ അപ്പൊ ആ റുദ് റിപ്ലൈ ആണല്ലേ? ആ റിപ്ലൈ ആണ്. ആ. അറുദ് ഐ അപ്പൊ റിപ്ലൈ ഇപ്പൊ ചെയ്യാറുണ്ട്. മാ അറുദ് ഐ ഡോണ്ട് അപ്പൊ റിപ്ലൈ. ഓക്കെ. അപ്പൊ റുദ് പിന്നെ അലയ്യ പറഞ്ഞത് എനിക്ക് 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 റിപ്ലൈ തരും എനിക്ക് റിപ്ലൈ തരും. അല്ലേ? റിപ്ലൈ മീ. ഒക്കെ ആ മീ തന്നെയാണ്. ഈ ലീയും നീയും റുദ് അലയും ഒക്കെ ഞാൻ തന്നെയാണ്. അലയ്യ. മീയാണ്. ഐനാണോ അതോ അലിഫാണോ? അയിന് അയിന് അലയ്യ അലയ്യ എനിക്കാണ്. അലയ്യ. അലയ്യ. ഓക്കെ. റിപ്ലൈ. ഓക്കെ. 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 അപ്പൊ അതൊക്കെ അറിയണം കേട്ടോ. അപ്പൊ ജാവിബും പറയാം റുദ്ദും പറയാം നമുക്ക്. ഓക്കെ. ഇതിപ്പം ഈ ജാവിബ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ പറയുമ്പോഴൊക്കെയാണ് അധികം ജാവിബ് ഉപയോഗിക്കുക. അല്ല നമ്മൾ ഫോണിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ള രീതിയിൽ, റിപ്ലൈ റിപ്ലൈ എന്നുള്ള റുദ് രീതിയിലൊക്കെ അലയ്യ. റുദ്ദാണ് ഉപയോഗിക്കുക. ഓക്കെ. അതാണൊരു വ്യത്യാസം. ഇനി വേറെ ഇത് ചൂസ് ചെയ്യേ അല്ലേ. ചൂസ്. കുറേ നേരമായി കുട്ടി ഇങ്ങനെ ഏത് ടോയ് എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മൾ എന്ത് പറയാനോ, ഒന്ന് വേഗം എടുക്കുക അല്ലേ. ചൂസ് ചെയ്യുക. അതാണ് ഇഖ്താർ. അല്ലേ? ഇഖ്താർ. ഇഖ്താർ. ചൂസ് ഇഖ്താർ. ഓക്കെ. ജർരിബാണ് ഇഖ്താർ. ട്രൈ. ജർരിബ്. ജർരിബ്. ട്രൈ. ഓക്കെ. ഇനി ആത്തി. ഖുദ് അറിയും. ഹുദ് ടേക്ക്. ആത്തി മീൻസ് ആത്തി ഗിവ്. ഗിവ്. ആത്ത് ഗിവ്. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നാണ്. ആത്ത്. ആത്തിനി സുബ്രൽ ഹദീദ്. അത് ആ ഓർമ്മണ്ട്. അതന്നെ. അപ്പം അപ്പം ഗിവ്. ഗിവ്. അത്താണ് ഗിവ്. അത്ത് ഹു അവന് കൊടുക്ക് അല്ലേ. അത്ത് നീ എനിക്ക് താ. ഓക്കെ. ആത്തിനി. അത്താണ് കൊടുക്ക് എന്നതിന്. ഇനി ഇഫ്തഹ് ഓപ്പൺ. ഇഫ്തഹ് ഓപ്പൺ. ഇഫ്തഹൽ ബാബ് ബാബ്. ഓപ്പൺ ദ ഡോർ. افتح هذا الباب. സക്കർ. സക്കർ അൽ സക്കറും ബാബ്. അറിയാം. സക്കർ അൽ സക്കർ ബാബ് ഇഫ്തഹ്. സക്കർ ക്ലോസ് ദ الباب. ഡോർ. ഓക്കെ. ഇനി ഇൻതളിർ അല്ലെങ്കിൽ ഇസ്തന്ന എന്ന് പറഞ്ഞാൽ انتظر wait. വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഇൻതളിർ ഓ. അല്ലെങ്കിൽ ഇസ്തന്ന രണ്ടും പറയും. ഓക്കെ. ഓക്കെ. നമ്മള് പ്ലീസ് റിപ്ലൈ മീന്ന് എങ്ങനെയാ പറയാ? ലൗ പ്ലീസ് അവിടെ എങ്ങനെയാ സമഹ്ത്. ഉപയോഗിക്കുക? ലൗ സമഹ്താണ്. ലവ് പ്ലീസ് സമയത്ത് അല്ലെങ്കിൽ തന്നെയാണല്ലേ? എക്സ്ക്യൂസ് മീ ആണ് ലൗ സമഹ്താണ്. ആ റിട്ടേൺ ലാംഗ്വേജ് ഇപ്പൊ നമ്മളിങ്ങനെ വാട്സപ്പ് നമ്മൾ നോർമല് അയക്കുമല്ലോ. അപ്പൊ പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറയുമ്പോ അവിടെയും ലവ് സമയത്ത് തന്നെയാണോ ഉപയോഗിക്കുക? ലൗ സമഹ്ത് തന്നെ ഉപയോഗിക്കുക. വേറൊന്നും അതിന് വേറെ ഉപയോഗിക്കാനില്ല. ലൗ സമഹ്ത് റുദ് അലയ്യ. ഓക്കെ. ലൗ സമഹ്ത് റുദ് അലയ്യ. അപ്പം വാട്സപ്പിലൊക്കെ ലവ് നമ്മൾ സമയത്ത് റുദ്ദാണ് ഞാൻ പറയുക. എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡാണ്. ഇങ്ങനെ നമ്മള് വഴിയില് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞ അവര് മാറൂല. ഇല്ല നമ്മൾ ലവ് മാറൂല. സമയത്ത് പറഞ്ഞാൽ വേഗം ശ്രദ്ധിക്കുകന്നല്ല. മാറിത്തരും. ലൗ സമഹത്ത് പറഞ്ഞാൽ നല്ല ശ്രദ്ധിക്കില്ലേ? ഇഷ്ടം. അത് പറഞ്ഞാൽ അതിത് വേഗം മാറിത്തരും. അതേപോലെ ലൗ സമഹത്തി പെണ്ണിനോട്, ലൗ ലവ് സമഹത്തു സമയത്ത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട്. ഓക്കെ. അതും അങ്ങനെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പെണ്ണിനോട് ലൗ സമഹത്തി, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലൗ സമഹത്തു. ഓക്കെ. അപ്പം ഇതൊക്കെ ഇപ്പൊ പഠിച്ചതൊക്കെ അത്ര ഒരു പൊളൈറ്റ് അല്ലാത്തൊരു രീതിയിൽ പറയുന്നതാണ് അല്ലേ. എടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് പൊളൈറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ലൗ സമഹത്താണ് ചേർത്തി കൊടുത്താൽ മതി. ലൗ സമഹത്ത് ഖുദ് ഹാദാ. എന്തായി? അത് പൊളൈറ്റ് ആയി അല്ലേ. അല്ലെങ്കിൽ മുംകിൻ ചേർത്ത് കൊടുക്കുക. മുംകിൻ. ക്യാൻ യു അല്ലേ. ക്യാൻ യു മുംകിൻ. എന്നാണ് മുംകിൻ. ക്യാൻ യു എന്നുള്ള പൊളൈറ്റിലാണ് എന്ത് മുംകിൻ. അത് ഉപയോഗിക്കാം. അപ്പൊ അത് പൊളൈറ്റായി. ഓക്കെ. മുംകിൻ. ഓക്കെ. ഈ ചാപ്റ്റർ നോട്ട്സിൽ ഞാൻ മുംകിൻ കാണുന്നില്ലല്ലോ. നമുക്ക് ഉണ്ടോ? വരുന്നുണ്ട്, ചാപ്റ്റർ വരുന്നുണ്ട്. മുംകിൻ ഉണ്ട്, യുംകിൻ ഉണ്ട്, അങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട് കേട്ടോ.
ഒക്കെ വരുന്നുണ്ട്. ആ അപ്പൊ അങ്ങനെ ഇതില് ഫെമിനിൻ സജഷൻ പൊളൈറ്റ് കമാൻഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ലെറ്റ്സ് ഡോണ്ട് ഫോർഗെറ്റ് കം ലെറ്റ്സ് ട്രൈ ആ ചൂസ് വൺ അങ്ങനെ കൊടുത്തിട്ടുള്ള. അത് അപ്പൊ അത് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് വേറെ ഉണ്ട്, ഫുള്ള് ആ ഒക്കെ ആ വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആ അപ്പം ഓക്കെ. നമുക്ക് എന്ത് പറയാം, ലവ് മുംകിൻ സബ്ജക്ട്സ് അല്ലേ? മുംകിൻ പറയാം. ഓക്കെ. മുംകിൻ. മുംകിന് വേറെ അർത്ഥമുണ്ട്, അതൊക്കെ നമുക്ക് മുംകിന്റെ പഠിക്കാം. മുംകിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞൊരു ഇപ്പൊ പറയാന് നമ്മൾ പൊളൈറ്റ് ആയിട്ട് ആ ഉപയോഗിക്കാൻ മുംകിൻ എന്ന് എന്റെ പറയുമ്പോൾ ക്യാൻ മീനിങ് യു പറഞ്ഞ എന്നുള്ള രീതിയിൽ. ക്യാൻ യു. ആ ഓക്കെ. ഓക്കെ, ക്യാൻ യു എന്നുള്ള രീതിയിലാണ് മുംകിൻ. പിന്നെ മുംകിന് വേറെ അർത്ഥമുണ്ട്, പോസിബിൾ എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഞാൻ വന്നോട്ടെ, നിങ്ങൾ ചോദിക്കാം മുംകിൻ ആജി, ക്യാൻ ഐ കം, മുംകിൻ ആജി, അല്ലേ? ഞാൻ മുംകിൻ ജി. വന്നോട്ടെ. ഓക്കെ. മുംകിൻ ജി. അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലെറ്റ് മീ കം, അതും വേണമെങ്കിൽ പറയാം. ലെറ്റ് മീ കം മുംകിൻ. എന്നാവുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പൊ ഖല്ലീനി, ഖലി ഖലി ഹല്ലീനി ഖലീനി ആജി, ഹല്ലീനി അജി. ആജി, ഞാൻ വരട്ടെ, അല്ലേ? അപ്പൊ അതൊക്കെ എന്തായി, പൊളൈറ്റിൽക്ക് പോയി. ഓക്കെ. ഇനി പിന്നെ കമാൻഡ് പറയാണ് എന്തേ, മറക്കരുത്, ലാ തൻസ, അല്ലേ? ഇപ്പം തെൻസ എന്ന് പറഞ്ഞാൽ ആ താ എന്ന് പറഞ്ഞാൽ നീ മറക്കരുത് എന്നാണ്. അമ്രൊക്കെ നമ്മൾ നിന്നോടാണ് പറയുക, അല്ലേ? നീ പോവരുത്, ഈ ചെയ്യരുത് എന്നോട് പറഞ്ഞിട്ടില്ല, അപ്പൊ ഒക്കെ താ വെച്ചിട്ടാണ് പറയുക. അപ്പൊ ലാ തെൻസ, അല്ലേ? ഡോണ്ട് ഫോർഗെറ്റ്. നീ നോക്കൂ, കം ലെറ്റ്സ് ട്രൈ. ലെറ്റ്സ് ട്രൈ എന്നുള്ളതിന് എന്താ പറയാ? ലെറ്റ്സ് ട്രൈ എന്ന് കഴിഞ്ഞാല് ഹല്ലീന എന്ന് വരും ട്ടോ അവിടെ. ഹല്ലീന നുജരിബ്, ജരിബിന്റെ മുന്നേ നൂനും കൂടെ ഖലീന കൊടുക്കണം. നുജരിബ്. ആ ഹല്ലീനയുടെ ഇപ്പം നിങ്ങൾ പഠിക്കണ നുജരി. വേറെ ചാപ്റ്റർ ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. ഇനി ഇവിടെ ഇവര് താൽ ഇവിടെ മൊഡ്യൂൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കം ആ ലെറ്റ്സ് ട്രൈയില് ആ താൽ നുജരിബ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. നുജരിബ് എന്ന് നുജരിബ് എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താണ്, ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്യാം എന്നാണ്. ഓക്കെ. അപ്പൊ ലെറ്റ്സിന്റെ അവിടെ ഹല്ലിനി ചേർക്കാം. ഹല്ലിന്റെ ഹല്ലിന ആവശ്യമില്ല, ഹല്ലിന്റെ ചേർക്കൂല. ആവശ്യമില്ല. അല്ല, നുജരിബ് എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം, ഉം. അല്ലേ? ഉം. ഹല്ലീനാന്ന് കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഹല്ലിനും കൂടെ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. അതിന് നമുക്ക് വേറെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൽന ഉം. നുജരിബ് എന്നും പറയാം, അല്ലെങ്കിൽ ഹൽന ജരിബ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ. ഇനി ചൂസ് വൺ. ചൂസ്. ആ ചൂസിന് എന്താ പറഞ്ഞ ഇഖ്താർ. ഇഖ്താർ ഇഖ്താർ, അല്ലെ? വാഹിദ്. ഇഖ്താർ വാഹിദ്, ഒന്നെടുക്ക്. നമ്മൾ പറയില്ലേ ഏതെങ്കിലും ഒന്നെടുക്കുന്ന്, അതാണ് ഇഖ്താർ വാഹിദ്. വാഹിദ്. ഓക്കെ. ഇനി ലുക്ക് അറ്റ് ദിസ്, ഇത് നോക്ക്. ലുക്ക്. ലുക്ക് ആണെങ്കില് ഷൂഫ് ഹാദ. ഷൂഫ് ഹാദ, കം ഹിയർ. കം ഹിയർ. താൽ ഹിന. താൽ ഹിന. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്, ചൂസ് വാട്ട് യു ലൈക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. ഓക്കെ. നിനക്ക് ഇഖ്താർ ഇഷ്ടമുള്ളത്. ആ അല്ലി എന്നുള്ളൊരു വാട്ട് യു യൂസേജ് ഉണ്ട്, ലൈക്ക്. അതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അല്ലി എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. ഓക്കെ. അല്ലി എന്ന് പറഞ്ഞാൽ നിനക്ക് ഉള്ള എന്നുള്ള അർത്ഥം. ഓക്കെ, ഉള്ള, നിനക്ക് ഇഷ്ടമുള്ളത്. സോ ഇഖ്താർ അല്ലി യഅജബക്. അജബക് എന്ന് പറഞ്ഞാൽ നിനക്ക് ലൈക്ക് എന്നുള്ള അർത്ഥമാണ് എന്ത്, അജബ്. ഓക്കെ. ഇത് വേണ്ട, നമുക്ക് തുഹിബ്. അവിടെ വേണം, തുഹിബ് തുഹിബ് ഒന്നും കൂടി ഉപയോഗിക്കാൻ. എളുപ്പമാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഇതിപ്പോ ലൈക്ക് എന്നുള്ളതിന് നമുക്ക് അജബ് എന്നുള്ളൊരു വേർബ് ഉണ്ട്, അജബ്. ഓക്കെ, അത് മോർ ഫോമൽ ആണ്, നമുക്ക് തുഹിബ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, അത് പറഞ്ഞോളൂ. ഇഖ്താർ അല്ലി തുഹിബ്, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണ് നീ എടുത്തോ. പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അജബ് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഓക്കെ. ആജബ് അല്ലേ? ഐനാണല്ലേ? അലിഫ് ഐന് ജീമ് ബാ, അജബ്. ഓക്കെ. ലൈക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ചൂസ് വാട്ട് യു ലൈക്ക് അല്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. സോ ഇഖ്താർ അല്ലി തുഹിബ്. ഓക്കെ. ഇഖ്താർ. ഒരു മിനിറ്റ് ഒന്ന് എഴുതിക്കോട്ടെ. ഇഖ്താർ അല്ലി, അല്ലി. അലിഫ് ഐന. അതും അലിഫ് ലാം ലാം. ലാം. അല്ലി. തുഹിബ്. അല്ലി തുഹിബ്. തുഹിബ്. ഇഖ്താർ അല്ലിന് ഇപ്പൊ നോക്കൂ, നീ ഭക്ഷണം കഴിച്ച ആ റെസ്റ്റോറന്റ് എങ്ങനെ ഉണ്ടായത്, നമ്മൾ ചോദിക്കില്ലേ ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ റെസ്റ്റോറന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ പോയിട്ടുള്ള റെസ്റ്റോറന്റ്.
അപ്പം കെയ്ഫൽ മത്അം كيف അല്ലി كيف المطعم അല്ലി آه ജിത്. അല്ലി എന്താ റഹ്ത്ത്, നീ പോയിട്ടുള്ള, അപ്പൊ اللي അല്ലി പറയും അല്ലേ. നീ പോയിട്ടുള്ള പറഞ്ഞ ആ മാനേജർ എവിടെ? നീ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പറയപ്പോ നമ്മൾ ചോദിക്കും, ഈ പറഞ്ഞിട്ടുള്ള മാനേജർ എവിടെ? സോ വെൻ അല്ലി മുദീർ ഇൻത ഗുൽത്ത് അല്ലേ. പറഞ്ഞിട്ടുള്ള എന്ന് പറയാൻ നമ്മൾ അല്ലി ഉപയോഗിക്കും. അറബ്സ് നല്ലോണം അല്ലി ഉപയോഗിക്കും. ഓക്കെ, ആ ഉള്ള എന്നുള്ള മീനിങ് ആണ് അല്ലേ. നീ പറഞ്ഞിട്ടുള്ള ആ മാനേജർ എവിടെ? നമ്മൾ പറയും ഈ പറഞ്ഞിട്ടുള്ള ആളെവിടെ അല്ലേ. വെൻ അല്ലി നഫർ ഇൻത ഗുൽത്ത്, ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ എവിടെ? സോ വെൻ നഫർ എവിടെയാണ് ആ മനുഷ്യൻ എന്നായി അല്ലേ. അപ്പൊ വെൻ അല്ലി നഫർ, ആ പറഞ്ഞിട്ടുള്ള മനുഷ്യന്, അപ്പം നമ്മൾ അല്ലി യൂസ് ചെയ്യും. ഓക്കെ, ഇനി اوكي ട്രൈ അഗെയിൻ. try again ട്രൈക്ക് നമ്മൾ പഠിച്ചു. again مرة مرة എന്ന് മറത്താനി പറഞ്ഞാൽ ഒന്നും കൂടെ മറത്താനി مرة ثانية മറത്താനി. അപ്പം പിന്നെ ജരിബ് try മറത്താനി جرب مرة ثانية അല്ലേ. ട്രൈ അഗെയിൻ ആണെന്ത് ജരിബ് മറത്താനി. ഇനി ലെറ്റ്സ് ഗോ ഖല്ലീന നറോഹ് അല്ലേ. യാ അല്ലാ നറോഹ് അല്ലെങ്കിൽ ഖല്ലീന നറോഹ്, കേട്ടുണ്ടോ? ആഹ് ഖല്ലീന നറോഹ്, നമുക്ക് പോവല്ലേ. ആഹ് അപ്പൊ ഖല്ലീന യല്ലയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഏ യല്ല ആ യാ യല്ല അല്ലാ റോഹ് യാ യല്ല അല്ലാ റോഹ് സെയിം പോലെ യാ അല്ലാ പോലെ തന്നെയാണ് ഖല്ലീന, നമുക്ക് ഈ പോവല്ലേ പാർക്കിൽ എന്നുള്ളത്. പോകുമ്പോഴത്തേക്കും ആ യല്ല കുട്ടികളൊക്കെ കൊണ്ട് വിളിക്കുമ്പോൾ ഫുള്ള് ഒരു യാ അള്ളയാണ് പറയാ, പോര് പോര് ആഹ് പോവല്ലേ എന്നുള്ള. പക്ഷെ ഒരു ആഹ് ഫാമിലിനോടൊക്കെ പറയുമ്പോൾ അവര് ഖല്ലീന ഒന്നും കൂടി റെസ്പെക്ട്ഫുൾ ആയി പറയും, നമുക്ക് പോവല്ലേ. ആഹ് ഓക്കെ, ആ ഒരു രീതിയിൽ ഖല്ലീന. ഓക്കെ, ഖൽന എന്നും പറയും, ഖല്ലീന ഖൽന ഒക്കെ പറയും. ഖല്ലീനി എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ ആണ്. ആഹ് ഖല്ലീന എന്ന് പറയുമ്പം ലെറ്റ് അസ് ആണ്. ആഹ് ഓക്കെ, നീയും നായും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഖല്ലീനി ഖല്ലീന അല്ലെങ്കിൽ ഖൽന. ഓക്കെ, ആഹ്